അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പോസ്റ്റാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അതിങ്ങനെ: പുട്ടിനൊപ്പം ഡിന്നർ കഴിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാവിലെ തന്നെ പുട്ടും കടലയും കഴിച്ച് പ്രതിഷേധിക്കുന്ന നമ്മുടെ രാഹുൽജി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പുട്ടും കടലയും പഴവും ഒക്കെ കഴിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാരണം ഇന്ത്യ സന്ദർശിച്ച് പുടിൻ മടങ്ങിപ്പോയി. പക്ഷെ രാഹുൽ ഗാന്ധി ഖാർഗെയും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രപതി നടത്തിയ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ തരൂരിനെ വരെ ക്ഷണിച്ചു. എന്നിട്ടും പിന്നെ രാഹുൽ ഗാന്ധിയെ, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചില്ല, എനിക്ക് പുടിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലവിളികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ഇത്തരം സോഷ്യൽ മീഡിയ ട്രോളുകൾ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയെ കേന്ദ്രം അവഗണിച്ചതിന് പിന്നിൽ? കാര്യം ഇതാണ്: പുട്ടെന്താണെന്നുള്ളത് തിരിച്ചറിയാൻ മേത്ത ഒരു പയ്യനെ വിളിച്ച് അങ്ങനെ ഒരാളിനെ വിളിച്ച് പുട്ടിനെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കടല എവിടെയെന്ന് ചോദിക്കല്ലേ പുട്ടിനെ കാണുമ്പോൾ പുള്ളി? അത്ര വിവരദോഷിയായിട്ടുള്ള ഒരു ആളിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇന്ത്യയെ മുഴുവൻ നാണം കെടുത്തേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് വോട്ട് ചോരി, ഡെഫേദാർ, എന്താ പറഞ്ഞേ, ഡെഫേദാർ ചോരി ഹൈ, വോട്ട് ചോരി, ഇതൊക്കെ കൊണ്ട് ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പോലും തിരസ്കരിച്ചില്ലേ? ഇനി പുട്ടിൻ്റെ അടുത്ത് ചെന്ന് നാണക്കെടേണ്ട കാര്യമുണ്ടോ? നല്ല അഭിപ്രായവുമായിട്ടാണ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, സത്യസന്ധത, ഈ ഗുണങ്ങളൊക്കെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം സമ്മതിച്ചു. നരേന്ദ്രമോദിയുടെ ശരിയായ വിലയിരുത്തലാണ്. അത് ആരെക്കുറിച്ചും അത്യുക്തിയോ അല്ലെങ്കിൽ ആരെയും സ്തുതിവാചകം, പാകിസ്ഥാനിലെ ഈ ഭരണാധികാരികൾ പോലെ ട്രംപിൻ്റെ വാചകം ചൊല്ലി നേട്ടങ്ങൾ, ഒരു ഡിന്നർ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗതികേടുള്ള രാഷ്ട്രമൊന്നുമല്ല ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ബാക്കിയായിട്ടുള്ള റഷ്യ ഇപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രമല്ല. അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം പറയാതിരുന്നു. പക്ഷേ ഈ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. ആത്മാർത്ഥതയും അതുപോലെ സത്യസന്ധതയും ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സിൻസിയറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഈ രണ്ട് വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ വാക്കുകളും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് പുട്ടിനുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയിൽ ഈ കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ പ്രതിപക്ഷ നേതാവിനില്ല. ശശി തരൂരിന് കുറേയൊക്കെ ഉണ്ട്. ആ ശശി തരൂരിനെ അതുകൊണ്ട് വേട്ടയാടി കാണും കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ഒതുക്കിയിടുകയാണ്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത്ര പോലും വിവരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്തിനാ അവിടെ ആലങ്കാരമായിട്ട് പോകുന്നത്? പിന്നെ ഈ മല്ലികാർജുൻ ഖാർഗെ അവിടെ ചെന്നിട്ട് എന്തു പറയാൻ? അവർ രണ്ടും കൂടെ വേണമെങ്കിൽ ചെന്ന് പറയാമായിരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യും, നരേന്ദ്രമോദി പോയിട്ട് ഞങ്ങളും അവിടുത്തെ പെട്രോളും മുഴുവൻ ഊറ്റിയെടുത്തോളാം, പൈസ മുഴുവൻ തരാം, നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് അപ്പോൾ പെട്രോൾ കൊടുക്കാതിരുന്ന ഇന്ത്യയെ ഒന്ന് ശ്വാസം മുട്ടിക്കുക, എന്നാലും ഞങ്ങൾക്കൊന്ന് വരാമല്ലോ. പരിപാടി ഞങ്ങൾ ആവുന്നത് നോക്കി, അവിടെ വോട്ട് ചോരി നോക്കി, ഡബേദാർ ചോരി നോക്കി, അവിടെ ജോഡോ യാത്ര നടത്തി, ഇതുകൊണ്ടൊന്നും പാലിക്കുന്നില്ല. ഈ പയ്യനെ ഒന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കണം. നിങ്ങൾ എത്ര പെട്രോൾ വേണമെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വാങ്ങിച്ചോളാം, മുഴുവനായിട്ട് ഇങ്ങ് വാങ്ങിച്ചോളാം. നിങ്ങൾ ഈ മാക്സിമം പൈസയും തരാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡീലുണ്ടാക്കി നരേന്ദ്രമോദിയെ ഒന്ന് ഒഴിവാക്കിത്താ, ഞങ്ങൾക്ക് ആ കസേരയിൽ നിന്ന് കയറിയിരിക്കുക എന്ന് പറയാനായിരിക്കും പോകുന്നത്. അതല്ലാതെ നെഹ്റു കുടുംബത്തിന് പിന്നെ എന്തോന്ന് താല്പര്യമുള്ളത്? ഇതേ ഉള്ളൂ അവരുടെ താല്പര്യം. പിന്നെ കുറേ ഉണ്ണാക്കന്മാരുണ്ട് ഓരോ പത്രങ്ങളിൽക്കടുത്ത്. കേശവമേനോൻ്റെ പേര് പോലും ചീത്തയാവുന്നു. ആ കുടുംബം ഉണ്ടെങ്കിലേ ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണം നടക്കത്തുള്ളൂ എന്നും പറഞ്ഞെടുക്കുന്ന ഈ പത്രപ്രവർത്തക കിഴവന്മാർ, ഇങ്ങനെ കുറേ ആൾക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സർക്കസ് കോൺഗ്രസിനെ, അവരുടെ കുടുംബത്തിനെ എങ്ങനെയും കൊണ്ടുവരണം. സോണിയാഗാന്ധിയും വേറെ ആരും വേണ്ട കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തെ അവഹേളിക്കുക. വേറെ ആർക്കും ഇന്ത്യ ഭരിക്കാൻ അവകാശമില്ല. എങ്കിൽ പിന്നെ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. ഒരു കുടുംബം ഭരിച്ചാൽ മാത്രമേ ആ നാട് ഭരൂ എങ്കിൽ ആ നാടിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കഴിവുള്ളവൻ ഇവിടെ വേറെ ഉണ്ട്, ഈ നെഹ്റു കുടുംബത്തിന് പുറത്ത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഹിക്കുന്നില്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന്. പണ്ടത്തെ ആ കൊളോണിയൽ മനോഭാവം കൊണ്ട് കഴിഞ്ഞിട്ട് ഈ ജന്മികളുടെ അടിമകളുടെ ഒരു മനോഭാവം ഉണ്ടല്ല, ആ മനോഭാവത്തിലേക്കാണ്. കേശവമേനോന്നും പറഞ്ഞൊരു പ്രവർത്തനമുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെഴുതി. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആളുകളെ വന്നെങ്കിൽ മാത്രമേ പറ്റൂവെന്ന്. അങ്ങേർക്ക് പത്രപ്രവർത്തകനാണ്. ഇത്ര വിവരദോഷികളായി പോയുള്ള നാണമില്ലേ ഇതൊക്കെ പറഞ്ഞു നടക്കാൻ? എന്നാൽ പിന്നെ കാര്യം ചെയ്യും, കേശവമേനോൻ നിങ്ങൾ കൊളോണിയൽ ഭരണം കൂടി ഇങ്ങ് വരാൻ പറ. ആ കൊളോണിയൽ, ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കട്ടെ, നല്ല മദാമ്മമാരെയും സാഹിബന്മാരെയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാമല്ലോ, അടിമകളായിട്ട് ബ്രൂഡിങ് ഷോൾഡേഴ്സുമായിട്ട് തൊഴുതുകൊണ്ട്. ട്രെയിനിൽ നിന്ന് അവർ പിടിച്ച് തള്ളുമ്പോൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. അടിമത്തത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി എഴുതിവിടുക. ഒക്കെ എന്ത് പറയാനാ? ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ നാണക്കേട് പ്രദർശിപ്പിക്കാനല്ല നമ്മളെ പുട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ നല്ലതുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണ്, നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനാണ് നമ്മൾ വരുത്തുന്നത്. റഷ്യയിലും അങ്ങനെ തന്നെ. അല്ല, നമ്മൾ വിവരക്കേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യ, ലജ്ജ തോന്നത്തില്ല. അങ്ങനെ അത് പറയത്തില്ല, അന്തസ്സുള്ള മനുഷ്യനായതുകൊണ്ട്.
പക്ഷെ ലജ്ജ തോന്നത്തില്ലേ? കാരണം ഇത് പറഞ്ഞ ശശി തരൂരിനെ വരെ ഒതുക്കിയിട്ടിരിക്കുകയല്ലേ ഇയാള്, അല്ലേ? ശശി തരൂർ എന്ന് പറയുന്നത് ഞാൻ ഇവർ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നേരത്തെ ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ചേരികളൊക്കെ മറച്ചും മതിലുകൾ കെട്ടി മറയ്ക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ചേരികൾ നന്നാക്കാനല്ല, മറ്റുള്ളവർ കണ്ടത് ഇന്ത്യ ഇങ്ങനെ ചേരികളാൽ പിന്നെ എന്താ പറയുക, പിന്നെ മോശപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണെന്ന് മറ്റു രാജ്യങ്ങളെ കാണിക്കാതിരിക്കാനുള്ള ഗിമിക്കുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തും ഈ ചേരികളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ധാരാവിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടോ തോന്നുന്നു ഈ 2014 ശേഷം. ആ ധാരാവിയിലൊക്കെ അവർ സ്വയം പര്യാപ്തമായിട്ടുള്ള ആത്മനിർഭർ ഭാരതിന്റെ ശങ്കലികളാണ് അവിടെ കേൾക്കുന്നത്. സ്വന്തമായിട്ട് കുടിൽ വ്യവസായങ്ങൾ ഇവർ നടത്തുന്ന ആൾക്കാരാണ്. സ്വയം പര്യാപ്തമാണ് എല്ലാം. ഒരു നാണക്കേടല്ല, നല്ലപോലെ കാശുണ്ടാക്കുന്ന ആൾക്കാർ. മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഹാനഗരമാണ്. വ്യവസായത്തിന്റെ തലസ്ഥാനമാണ്, വാണിജ്യത്തിന്റെ തലസ്ഥാനമാണ്. പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതേസമയം ഇവിടെ നോക്കൂ, ഇപ്പൊ നമ്മുടെ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള ഇവിടുത്തെ മെട്രോ, നമ്മുടെ തൊട്ടടുത്തുള്ള കലൂർ മെട്രോ, ആ കലൂർ മെട്രോയിൽ പോയി നോക്കൂ. അതിന്റെ ആ ഗ്രാനൈറ്റിൽ പോയി ഉറങ്ങുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന എത്ര പേരാ വന്ന് കൂടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ളത്? അതിദാരിദ്ര്യമുക്തമെന്ന് തോന്നുമോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല്? അങ്ങനെ ചിലരുടെ സ്വഭാവമാണ് നൊമാഡിക് ലൈഫ് നയിക്കുക എന്നുള്ളത്. കണ്ടിട്ടില്ലേ വഴിയോരങ്ങളിലൊക്കെ കുടിലും കെട്ടി താമസിക്കുക? അവരുടെ ജീവിത രീതി അങ്ങനെയാണ്. അവർക്ക് വീട് കൊടുത്താലും എന്ത് കൊടുത്താലും അത് താമസിക്കില്ല. നമ്മൾ ഈ ഭിക്ഷക്കാരെ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രത്യേക ഭവനം ഉണ്ടാക്കി താമസിപ്പിച്ചു. പിറ്റേ ദിവസം ആകുമ്പോൾ അവർ ഭിക്ഷാടനത്തിൽ ഇറങ്ങി പോകുന്നു. കാരണം മേലനങ്ങാതെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സ്ലമ്മുകളിൽ പോയി താമസിക്കും. സുഖം പരിപാടിയാണ്. വീട് വെച്ച് കൊടുത്താലും കക്കൂസ് ഉണ്ടാക്കി കൊടുത്താലും ജീവിത വരുമാനത്തിന് ആവശ്യമായ ഇന്ത്യയിൽ ഏതൊരു പൗരനും ആവശ്യമായിട്ടുള്ള തുക ഇന്ന് ലഭിക്കും. ബാങ്ക് വഴി ലോണായിട്ടോ ഗവൺമെന്റിന്റെ സഹായമായിട്ടോ ലഭിക്കും. ഇതൊന്നും വേണ്ട അവർക്ക്. ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കഴിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വിഭാഗമുണ്ട്. പിന്നെ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. ശരീരത്തിന് രോഗമുള്ളവർക്ക് പറ്റില്ല. അവർക്ക് വേണ്ടിയാണ് ഈ പല പദ്ധതികളും ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയുഷ്മാൻ പദ്ധതി എന്ന് പറഞ്ഞ രോഗികളായിട്ട് 5 ലക്ഷം വരെ കിട്ടുന്ന പദ്ധതികളുണ്ട്. ഇതെല്ലാം കണ്ട് ഗവൺമെന്റിന് പദ്ധതികളുണ്ട്. പക്ഷെ ജനങ്ങൾ സ്വയം ഈ പദ്ധതികളിലേക്ക് ചേരണ്ടേ? ചേരാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ ചേരി കാണിക്കരുതെന്ന്, ചേരി അങ്ങോട്ട് കാണിക്കണം. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ ചേരി കണ്ടോ കാണുന്നു പറഞ്ഞ് ഷോക്കേസ് ചെയ്യണം. അതാണോ ചെയ്യേണ്ടത്? 70 കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഈ ചേരികൾ നിർമ്മാർജ്ജനം നിങ്ങളുടെ പരാജയമാണ്. ഞങ്ങളിത് BJP ഇത് കാണിക്കുവാണെങ്കിൽ നിങ്ങളുടെ പരാജയമായിട്ടേ വിലയിരുത്തപ്പെടത്തുള്ളൂ. ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ ഇത്. കഴിഞ്ഞ 70 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. റോബർട്ട് കെന്നഡി ഒന്നിച്ച് ജവഹർലാൽ നെഹ്റു നടന്നപ്പോഴും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ എണ്ണം പെരുകിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾ ഈ പ്രോത്സാഹിപ്പിക്കുന്ന റോഹിംഗ്യ അഭയാർത്ഥികളും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരും തന്നെയാണ്. അതിർത്തി കടന്നു വരുന്നവർ തന്നെയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഭരണത്തിൻ്റെ ഏക്കും പൂക്കും അറിയാൻ വയ്യാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കാനല്ല അദ്ദേഹം വന്നത്. പുട്ടിൻ്റെ വലിയ മഹത്തായ കരാറുകളിലാണ് ഒപ്പിട്ടുള്ളത്. ഇന്ത്യക്ക് നേട്ടമാവുന്ന കരാറുകൾ. അത് ഡീവാല്യൂ ചെയ്തിട്ട് നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ ജുഡീഷ്യറിയെ, നമ്മുടെ സൈന്യത്തെ എല്ലാം നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ആള് ഇന്ത്യയെപ്പറ്റി മോശം അഭിപ്രായങ്ങൾ അവിടെ പറയുന്നത് അതിപ്പോൾ മോദിയുടെ ചെലവിൽ വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായി പോയി കാണാമല്ലോ. നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ഇന്ത്യയിൽ വന്ന് ജനാധിപത്യം സ്ഥാപിക്കണമെന്ന് പഴയ കോളനി ഭരണത്തിലേക്കും ഇമ്പീരിയലിസത്തിലേക്കും പോകണമെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ? നിങ്ങൾ നേരിട്ട് പോയി വിളിച്ചോളൂ. റഷ്യയുടെ ടാങ്കുകൾ ഇങ്ങോട്ട് വരട്ടെ, യുക്രൈനിൽ പോയതുപോലെ പോട്ടെ, ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചോളൂ. അത് നിങ്ങൾ സ്വന്തം ചെലവിൽ അങ്ങ് നടത്തിയാൽ പോരെ? അതല്ലേ അതിൻ്റെ മര്യാദ.